പരിഹാസങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മുൾക്കിരീടമണിയിച്ച് പലരും അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു. ദേശീയ കുപ്പായത്തിൽ അവനൊരു പരാജയമാണെന്ന് വിധിയെഴുതിയവർ ഏറെയാണ്. എന്നാൽ വിമർശനങ്ങളുടെ കനൽ വഴികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അവൻ വീണ്ടും പറന്നുയരുകയാണ്. വലിയ പോരാട്ടങ്ങളുടെ വേദിയൊരുങ്ങുമ്പോൾ സമ്മർദ്ദങ്ങളുടെ കൊടുമുടിയിൽ അവിടെ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ഒരേയൊരു മാന്ത്രികനേ ഉള്ളൂ, സാക്ഷാൽ വിനീഷ്യസ് ജൂനിയർ. വലകുലുക്കിയത് ഒരുപക്ഷെ ക്യൂഞ്ഞയായിരിക്കാം. ആ ഗോളുകളുടെ റെക്കോർഡ് ബുക്കുകളിൽ അവന്റെ പേരാകാം എഴുതപ്പെട്ടത്. പക്ഷേ ബ്രസീൽ നേടിയ ആ 3 ഗോളുകൾക്കും പിന്നിൽ ജീവവായുവായി വിനിയായിരുന്നു. എതിരാളികളുടെ പ്രതിരോധത്തെ കീറിമുറിച്ച് കാറ്റിന്റെ വേഗതയിൽ അവൻ നടത്തിയ ഓരോ കുതിപ്പും ഓരോ ഗോളുകൾക്ക് വഴിയൊരുക്കി. ആ വിജയത്തിന്റെ യഥാർത്ഥ ശില്പിയാണ് വിനീഷ്യസ് ജൂനിയർ. ഈ ലോകകപ്പിൽ കാനറികൾ നേടിയ 4 ഗോളുകൾക്ക് പിന്നിലും ആ കാലുകളുടെ മാന്ത്രിക സ്പർശനമുണ്ട്. ആദ്യ മത്സരത്തിൽ എതിർവലയിലേക്ക് അവൻ തൊടുത്തുവിട്ട ആ ഇടിമുഴക്കം പോലുള്ള ആദ്യ ഗോൾ, പിന്നീട് അവന്റെ ബൂട്ടുകളിൽ നിന്ന് അടർന്നു മാറിയ പന്ത് തട്ടിയകറ്റാൻ ഗോൾ കീപ്പർ ശ്രമിച്ചപ്പോൾ ആ റീബൗണ്ടിൽ പിറന്ന 2ാമത്തെ ഗോൾ, മൂന്നാമതായി സഹതാരത്തിന് ലക്ഷ്യം കാണാൻ പാകത്തിൽ അവൻ തീർത്ത ആ മനോഹരമായ അസിസ്റ്റ്, ഒടുവിൽ തന്റെ പ്രതിഭയുടെ പൂർണ്ണത വിളിച്ചോതിക്കൊണ്ട് അവൻ തന്നെ നേടിയ 4ാമത്തെ ഗോൾ. ബ്രസീലിന്റെ ഓരോ ആഘോഷങ്ങൾക്കും പിന്നിൽ വിനി എന്ന ഒറ്റ പേര് മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. കളത്തിലിറങ്ങിയ ആദ്യ 2 ലോകകപ്പ് മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കി അവൻ തന്റെ സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. വലിയ വേദിയിൽ തളരാതെ എങ്ങനെ പൊരുതണമെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. പരിഹസിച്ചവരുടെ വായടിപ്പിച്ച് കാനറിപ്പടയുടെ മുന്നണി പോരാളിയായി ബ്രസീലിന്റെ വിശ്വസ്തനായ നായകനായി അവൻ തല ഉയർത്തി നിൽക്കുന്നു. അതെ, അവൻ വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, ഇന്നവൻ ബ്രസീലിന്റെ ഹൃദയമാണ്, അവരുടെ സ്വന്തം വിനി. സാന്റിയാഗോ ബെർണാബുവിലെ വെള്ളക്കുപ്പായത്തിൽ മാത്രം തിളങ്ങുന്നവൻ, വെറുമൊരു ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന് മുദ്രകുത്തി പുച്ഛിച്ചവരൊക്കെയും ഇന്ന് പൂർണ്ണമായും നിശബ്ദരാണ്. വിമർശനങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തന്നെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഇന്നവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിക്കുകയാണ്. അന്ന് അവനെതിരെ ശബ്ദിച്ചവർക്കിനി കുറച്ചുകാലം ഇരുളടഞ്ഞ മാളങ്ങളിൽ അഭയം പ്രാപിക്കാം. കാരണം ഇന്ന് മൈതാനത്ത് വിനീഷ്യസ് എന്ന കൊടുങ്കാറ്റാണ് വീശിയടിക്കുന്നത്. ആഞ്ചലോട്ടി എന്ന തന്ത്രശാലിയായ പരിശീലകന്റെ കീഴിൽ അവനൊരു അഴിച്ചുവിട്ട പോരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പച്ചപ്പുൽ മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുന്ന അവന്റെ പടയോട്ടങ്ങൾക്ക് മുമ്പിൽ എതിർ പ്രതിരോധ നിരക്ക് ഉത്തരങ്ങളില്ല. അതിവേഗവും മാസ്മരിക ട്രിബിളിങ്ങും കൊണ്ട് കാൽപന്തിൽ അവൻ കവിത എഴുതുമ്പോൾ അത് കാണികളെ ഹരം കൊള്ളിക്കുന്ന ഒരു നയനവിരുന്നായി മാറുന്നു. അവന്റെ ഓരോ നീക്കങ്ങളിലും ബ്രസീലിയൻ ഫുട്ബോളിന്റെ തനതായ സൗന്ദര്യവും വീര്യവും തുളുമ്പി നിൽപ്പുണ്ട്. ഈ ലോകകപ്പിൽ കാഹളം മുഴങ്ങുന്നതിന് തൊട്ടു മുമ്പ് തീവ്രമായ ഫുട്ബോൾ പ്രേമികൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഈ പോരാട്ടത്തോടെ ആ ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന ചീത്തപ്പേര് അവൻ എന്നേക്കുമായി മായ്ച്ചു കളയുമെന്ന്. ആ വാക്കുകൾ ഇന്ന് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. കാനറികളുടെ പവിത്രമായ മഞ്ഞ ജേഴ്സിയിൽ അവൻ സ്വന്തം ഇതിഹാസം രചിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയുള്ള തൻ്റെ 6 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി 6 ഗോളുകൾക്ക് കോൺട്രിബ്യൂഷൻ നൽകി അവൻ തൻ്റെ അനിഷേധമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഈ ലോകകപ്പിലാകട്ടെ വെറും 2 കളികൾ പിന്നിടുമ്പോൾ തന്നെ 3 ഗോളുകൾക്ക് വഴിയൊരുക്കിയും വലയിലെത്തിച്ചും അവൻ ഫോമിൻ്റെ ഉന്നതങ്ങളിലാണ് വിഹരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയ മായാജാലത്തിന് മുമ്പുള്ള ഒരു സൂചനയാണിത്. വിനീഷ്യസ് ജൂനിയർ എന്ന ബ്രസീലിയൻ പ്രതിഭ ഇനിയും ലോകത്തിനായി ഒരുപാട് അത്ഭുതങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട്. കാൽപന്ത് ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ വിസ്മയങ്ങളാണ് ആ കാലുകളിൽ നിന്ന് പിറവികൊള്ളുക എന്നറിയാൻ. മഞ്ഞപ്പടിയുടെ പ്രതീക്ഷകളുടെ പുതിയ തീപ്പന്തമായി അവൻ കുതിപ്പ് തുടരുകയാണ്.